എന്നെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. മോഹിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ കൈവിട്ടു പോവല്ലേ എനിക്ക്. ഇപ്പൊ എന്താ കിച്ചു? എന്താണെന്ന് ചോദിച്ചാ കൃത്യമായിട്ടൊന്നും അറിയില്ല എനിക്ക്. ഒരു കാര്യം ഉറപ്പാ, ഒരാള് വരുന്നുണ്ട് ദേവേനെ പെണ്ണ് കാണാൻ. അവളുടെ സമ്മതത്തോടെയാ? അറിയില്ല, ചിലപ്പോ എന്റെ നഷ്ടങ്ങളുടെ കൂട്ടത്തിൽ ദേവേനയും. കരകരപ്പുണ്ടോ എങ്കിൽ കഴിക്കൂ ഫലപ്രദമായ സ്റ്റെപ്സിൽസ്. ഇതിന്റെ പ്രത്യേക ഫസ്റ്റ് എയ്ഡ് ഫോർമുല സാധാരണ ഗുളികയെ അപേക്ഷിച്ച് കരകരപ്പുണ്ടാക്കുന്ന ബാക്ടീരിയയോട് പോരാടി ആശ്വാസം തരുന്നു ഉടനടി. സ്റ്റെപ്സിൽസ്, തൊണ്ടയിലെ കരകരപ്പിന് ഫസ്റ്റ് എയ്ഡ്. എളുപ്പം, എന്തെളുപ്പം. സുരക്ഷിതമായ മുഖസൗന്ദര്യം എന്തെളുപ്പം. കൃഷ്ണ തുളസി ഫെയർനെസ് ജെൽ. കോംപ്ലാൻ കുടിച്ചാൽ കുട്ടികളുടെ ഹൈറ്റ് കൂടും, അറിയാം, പക്ഷെ ഇരട്ടി വേഗത്തിൽ. അതുകൊണ്ട് ഞാനും എന്നെ പോലുള്ള അമ്മമാരും സത്യാവസ്ഥ അറിയാനെത്തി. 100 കണക്കിന് കുട്ടികളിൽ 1 വർഷം വരെ നടത്തിയ സയന്റിഫിക് റിസർച്ചിൽ തെളിഞ്ഞിരിക്കുന്നു, കോംപ്ലാൻ കുടിക്കാത്ത കുട്ടികൾ വളർന്നത് 3 സെന്റിമീറ്റർ, എന്നാൽ കോംപ്ലാൻ കുടിച്ച കുട്ടികൾ വളർന്നത് 6 സെന്റിമീറ്റർ, അതായത് ഇരട്ടി. ഇനി ഇരട്ടി വേഗം വളരാൻ തയ്യാറാകൂ. കോംപ്ലാൻ കുടിക്കൂ, ഇരട്ടി വേഗത്തിൽ വളരൂ. ഗുരുവായൂരപ്പന്റെ നാട്ടിൽ അങ്ങനെ എനിക്ക് ഒരു പിടി മണ്ണായി. ഇനി എന്നും കണ്ണു നിറയെ കണ്ണനെ കാണാലോ. കേട്ടില്ലേ ജ്ഞാനപ്പാന്? നിങ്ങളും സ്വന്തമാക്കൂ ഗുരുവായൂരിലെ ശാന്തിമഠത്തിന്റെ വില്ല. ശാന്തിമഠം ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ്. ദിവസേന കൈകൾ രോഗാണുക്കൾ നിറഞ്ഞ എന്തെല്ലാം സ്പർശിക്കുന്നു. പിന്നെ സാധാരണ സോപ്പിൽ അയാളുടെ അതേ രോഗാണു നിറഞ്ഞ കൈകൊണ്ട് സ്പർശിക്കുന്നു. അതുകൊണ്ട് സാധാരണ സോപ്പല്ല, ഡെറ്റോൾ ഹാൻഡ് വാഷ്. അതിന്റെ ഓരോ തുള്ളിയും ശുചിത്വമാർന്നതും സ്പർശിക്കാത്തതുമാണ്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അംഗീകരിച്ചത് ഡെറ്റോൾ ഹാൻഡ് വാഷ്. ഡയേറിയയും പല രോഗങ്ങളും പരത്തുന്ന രോഗാണുക്കളിൽ നിന്ന് 10 മടങ്ങ് സുരക്ഷ. ഡെറ്റോൾ ഫാമിലി, ഹെൽത്തി ഫാമിലി. ഡെറ്റോൾ, ബി 100% ഷുവർ. മേനോൻ സാറേ, ഒരു പെണ്ണ് കാണൽ ചടങ്ങിന് വന്നതല്ല, പവിത്രൻ ഓഫീസിൽ പോയി കണ്ടതാ ദേവേനിയെ. ഇതിപ്പോ സാറുമായിട്ട് സംസാരിക്കാനാ പ്രധാനമായിട്ടും വന്നത്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും ഇല്ല സാർ. മോള് തെറ്റായിട്ടുള്ളതൊന്നും തീരുമാനിക്കില്ലെന്ന് എനിക്കറിയാം. അവള് ഡിസൈഡ് ചെയ്യട്ടെ, അല്ലേ ശാരദ? അതെ, അവക്ക് ഇഷ്ടമാണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് വേറൊന്നും ആലോചിക്കാനില്ല. സർജൻ അല്ലേ പവിത്രൻ? അതെ. സർജൻ എന്ന് പറയുമ്പോ ഈ പോസ്റ്റ്മോർട്ടം ഒക്കെ, ഈ ശവങ്ങളെയൊക്കെ. അതിൽ കാര്യമില്ലെങ്കിൽ ഡെഡ് ബോഡി കൈവയ്ക്കുമ്പോ നമുക്കറിയാം അരിച്ചിറങ്ങുന്ന ഒരുതരം തണുപ്പ്. അത് ശീലമായ പിന്നെ മരവിച്ചോവും മനസ്സ്. മതി പോസ്റ്റ്മോർട്ടം ചെയ്തത്. സാർ ദേവേനി എന്ന് വിളിക്കും. ചടങ്ങ് ചടങ്ങായി തന്നെ നടക്കട്ടെ. ശാരദേ, ദേവയാനിക്കൊരു ചേച്ചി കൂടിയില്ലേ? എവിടാ? ഭർത്താവിന്റെ വീട്ടിലാണോ? സാധാരണ ഒരു പെണ്ണ് കാണാനാണെങ്കിൽ പേര് ചോദിക്കാം, ജോലി ചോദിക്കാം, ക്വാളിഫിക്കേഷൻ ചോദിക്കാം. ഇവിടെ ഇപ്പൊ എന്താ ദേവാനോട് ചോദിക്ക? അറിയാൻ വയ്യാത്ത ഒരു കാര്യമുള്ളൂ, 5ാം ക്ലാസ്സിൽ പഠിച്ച ഏത് സ്കൂളിലാ? ദേവയാനി എനിക്കിഷ്ടമായി. അതിനപ്പുറം മറ്റൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. സ്ത്രീധനം വേണ്ടേ? വേണ്ട സാമുൽ സാർ. ഒന്നുകിൽ പോസ്റ്റ്മോർട്ടം ടേബിളിൽ, അല്ലെങ്കിൽ വിറക് അടുക്കി വെച്ച ചിതയിൽ വിറങ്ങലിച്ച് കിടക്കാനുള്ള ശരീരത്തിൽ ആഭരണത്തിന് എന്ത് കാര്യ സാർ? ഞാൻ വരാം ദേവയാനി.
തനിക്ക് ഇഷ്ടമാണെങ്കിൽ ഇനി എൻഗേജ്മെന്റിന് വരാം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ? ആ പോട്ടെ. എന്താ നിന്റെ തീരുമാനം? ഇഷ്ടായോ പവിത്രനെ? എന്റെ ഇഷ്ടം മാത്രം നോക്കിയാ മതിയോ? പോരാ, പവിത്രന്റെ ഇഷ്ടം ഞാൻ അറിഞ്ഞു. അയാൾക്ക് താല്പര്യ. ഞാൻ അതല്ല പറഞ്ഞത്. അച്ഛന്റെ ഇഷ്ടം എനിക്ക് പ്രധാനം. എനിക്കെന്നല്ല, ആർക്കും ഇഷ്ടപ്പെടും പവിത്രനെ. നിന്റെ അഭിപ്രായം എനിക്കറിയേണ്ടത്. എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. അയാൾക്ക് എന്തെങ്കിലും ഒരു കുറവുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? അങ്ങനൊന്നുമില്ല. പെരുമാറ്റത്തിലോ സ്വഭാവത്തിലോ എന്തെങ്കിലും കുഴപ്പം? ഹീസ് വെരി നൈസ്. പിന്നെന്താ നിനക്ക് ഇഷ്ടമല്ലാത്തേ? ഇഷ്ടക്കേടൊന്നുമില്ല അച്ഛാ. പക്ഷേ ഇഷ്ടക്കേടില്ലെന്നറിഞ്ഞാ മതി. ഞാനിതങ്ങ് ഉറപ്പിക്കാൻ പോവാ. പെട്ടെന്നോ? കുറച്ച് കഴിഞ്ഞാ ഇതിലും വലിയ ബന്ധം കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? അതല്ല, ഞാൻ... എന്നാൽ ഇനി ഒന്നും പറയണ്ട. ബാക്കിയൊക്കെ നമുക്കൊന്ന് തീരുമാനിക്കാം. ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നതുകൊണ്ട് എന്താ പ്രയോജനം? ഒന്നുമില്ല. പക്ഷേ ദേവു എന്നെ കൈവിട്ടു പോവാന്ന് വല്ലാതെ പേടിക്കാൻ ഞാൻ. ഏയ്, ഒരു കല്യാണാലോചന വന്നല്ലേ ഉള്ളൂ. അത് നടക്കണമെന്നൊന്നുമില്ലല്ലോ. ഇല്ല, പക്ഷേ ദേവു എന്താ തീരുമാനിക്കുന്നെന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. സ്നേഹിച്ചതാ, പരസ്പരം ഒരുപാട് സ്നേഹിച്ചതാ. പെട്ടെന്ന് മറക്കേണ്ടി വന്നാല്... വരില്ല. കിച്ചുവിനെ വേണ്ടാന്ന് വെക്കില്ല അവിടെ. ഈ തെറ്റിദ്ധാരണയൊക്കെ മാറും. കിച്ചു ധൈര്യമായിട്ടിരിക്കെ. എനിക്ക് ധൈര്യക്കുറവൊന്നുമില്ല. പക്ഷേ ദൈവം ഇല്ലെങ്കിൽ മറ്റൊരു പെണ്ണ് വരില്ല എന്റെ ജീവിതത്തിൽ. ഭാനുജി, എന്തെങ്കിലും തെറ്റിദ്ധാരണ ദേവനുണ്ടെങ്കിൽ അതിന് കാരണം ഞാനാ. ഞാൻ തന്നെ തിരുത്തണം അവളെ. അവർ തമ്മിലുള്ള ഇഷ്ടം മറ്റാരെക്കാൾ അറിയാം എനിക്ക്. എന്റെ പാചകം എപ്പോഴാണ് രുചിയുള്ളതാവുക? മാവും മസാലയും ഏതിലാ അരയ്ക്കുന്നത്? നല്ല ഗ്യാരണ്ടിയുള്ള മിക്സിയിൽ തന്നെ. മിക്സിക്ക് ഗ്യാരണ്ടി എല്ലാവരും നൽകുന്നു, എന്നാൽ രുചിക്കും ഗ്യാരണ്ടി പ്രസ്റ്റീജിൽ മാത്രമേ ഉള്ളൂ. ആടി കളിക്കാതെ, മാവ് ചൂടാകാതെ രുചികരമായ പാചകത്തിന് പ്രസ്റ്റീജ് മിക്സി തന്നെ വേണം. രുചിക്കും ഗ്യാരണ്ടി പ്രസ്റ്റീജ് മിക്സിയിൽ മാത്രം. കുളിരേകും ഷാംപൂ, ബലമേകും കൂന്തലിൽ നാച്ചുറൽ കണ്ടീഷണർ ചേർന്ന കൃഷ്ണ തുളസി ഹെർബൽ ഷാംപൂ. റിയ മോളെ, അകത്ത് വാ. അകത്തു വാ. എന്റെ ചേച്ചി, പൈലറ്റ് ആകാൻ പോകുന്ന ആളെ തടയരുത്. പക്ഷെ ഈ മണ്ണും പൊടിയും വിയർപ്പും ചർമ്മത്തിൽ ഒരു കുഴപ്പം വരില്ല. ചന്ദ്രിക 7 ആയുർവേദ തൈലങ്ങൾ കൊണ്ട് തയ്യാറാക്കിയ പുതിയ ചന്ദ്രിക ചർമ്മത്തിൽ ആഴത്തിലെത്തുന്നു. ചർമ്മം സുരക്ഷിതമാക്കുന്നു. ആരോഗ്യം തുടിക്കുന്ന തിളക്കത്തോടെ. ഇനിയും മേലോട്ട്. സ്കിന്നിനെ കുറിച്ചുള്ള ചിന്തകളകറ്റൂ, സ്വപ്നങ്ങളെയല്ല.
നിങ്ങൾ തയ്യാറാണോ ഫാമിലിക്ക് സർപ്രൈസ് കൊടുക്കാൻ? നിങ്ങളുടെ ഫാമിലിക്ക് ഒരു പുതിയ ടോയ്ലറ്റ് നൽകിക്കൊണ്ട് ഹാർപ്പിക്കിന്റെ അതുല്യ ഷേപ്പ് കീടാണുക്കൾ ഒളിഞ്ഞിരിക്കുന്ന മുക്കിലും മൂലയിലും എത്തുന്നു. അല്പം ഹാർപ്പിക് മുഴുവനും പടരുന്നു. കുറച്ചു നേരം അങ്ങനെ വെക്കൂ, പിന്നെ കാണും മാജിക്. ഇത്രയും വൃത്തിയായി ഞാൻ കണ്ടിട്ടേ ഇല്ല. പുതുമുത്തം പോലെ. അതെ, എല്ലാ കീടാണുക്കളും പോയി. എന്തെങ്കിലും മാജിക്? ഹാർപ്പിക്, ഇനി നിങ്ങളും ഫാമിലിക്ക് ഒരു സർപ്രൈസ് നൽകൂ. നീ ഒരു ഫോട്ടോയിലില്ലല്ലോ. എന്തേ? ഈ പിംപിൾസ്. ട്രൈ ക്ലിയറസിൽ ഫേസ് വാഷ്. ഇറ്റ്സ് ഗ്രേറ്റ്. ഞാൻ ദിവസം യൂസ് ചെയ്യണതാ. വളരെ എഫക്റ്റീവ്. ന്യൂ ക്ലിയറസിൽ ഫേസ് വാഷിന്റെ സ്പെഷ്യൽ ആക്റ്റീവ് ബാക്ടീരിയക്കെതിരെ പോരാടി പിംപിൾസിനെ തടയുന്നു. അതിന്റെ ഹൈഡ്രേറ്റിംഗ് ഫോർമുല ചർമ്മം മൃദുവാക്കുന്നു. It feels great. ഒരു ക്ലോസപ്പ് എടുക്കൂ. ക്ലിയറസിൽ ക്ലിയർ സ്കിൻ കോൺഫിഡൻസ്. ഡെയിലി സോപ്പും ക്രീമും ലഭ്യമാണ്. ഇവിടെ എന്ത് സംഭവിച്ചിട്ടാ നീ ഇരുന്ന് കരയുന്നത്? ഈ കല്യാണം തന്നെ വേണമെന്ന് ഇവിടെ ആരും നിർബന്ധിച്ചില്ലല്ലോ. നീ സമ്മതിച്ചിട്ടല്ലേ? സമ്മതിച്ചു. ഇയാളല്ലെങ്കിൽ വേറൊരാളുടെ മുന്നിൽ കഴുത്ത് നീട്ടി കൊടുത്തല്ലേ പറ്റൂ. അതുകൊണ്ട് സമ്മതിച്ചു. അല്ലാതെ കല്യാണത്തിനോട് ഒരു താല്പര്യമില്ല നിനക്ക്? ഉണ്ടായിരുന്നു. കിച്ചുവിന്റെ കൂടെ ജീവിക്കാൻ ഒരുപാട് മോഹം ഉണ്ടായിരുന്നു എനിക്ക്. അതൊക്കെ പോയില്ല അമ്മ. പോയത് പോയി. അതിനേക്കാൾ നല്ലൊരു ബന്ധം വരികയും ചെയ്തു. പിന്നെന്താ? ഒരു കുഴപ്പമില്ല. ശരിക്കും പറഞ്ഞ സന്തോഷമായിട്ടിരിക്കേണ്ടത്. പക്ഷെ ഇപ്പൊ തോന്നാ വേണ്ടിയിരുന്നില്ലെന്ന്. കല്യാണമേ വേണ്ടായിരുന്നമ്മ. ഇതെന്താ മോളെ നീ ഇങ്ങനെ? വലിയ വാശിയൊക്കെ പറഞ്ഞതാണല്ലോ. വാശിയുണ്ടായിരുന്നു. വാശിക്ക് കല്യാണം കഴിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഒക്കെ അടുത്ത് വരാൻ പോവാന്നറിയുമ്പോ ഒരു പേടി. പവിത്രനെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുമോ അമ്മ? അതെന്താ? പറ്റില്ല. എനിക്കറിയാം. ഇപ്പോഴും എന്റെ മനസ്സിൽ കിച്ചുവോ മറക്കാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെയാ മറ്റൊരാളെ സ്നേഹിക്കാൻ പറ്റുക? എന്നാ പിന്നെ കിച്ചു തന്നെ ആയിരുന്നില്ലേ നല്ലത്? എന്നിട്ടെന്താ? ഭർത്താവിന്റെ സ്നേഹം ചേച്ചിക്കും കൂടെ പങ്കുവച്ച് ജീവിക്കണം. ഇത് മതി. എത്ര വിഷമമുണ്ടായാലും പവിത്രനെ കല്യാണം കഴിക്കും ഞാൻ. അതെന്താ നിനക്കവളെ മറക്കാൻ പറ്റാത്തത്? വേറെ കല്യാണം വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ അവളെ ഒഴിവാക്കി കൂടെ നിനക്ക്? എന്ത് ഭാവിച്ചാ നീ ഇങ്ങനെ ഒന്നും മിണ്ടാ നിൽക്കുന്നത്? എടാ, അവൾ ഇവിടുന്ന് പോയെങ്കിൽ അന്ന് മുതല് അവൾ അവിടെ മറ്റോന്റെ കൂടെ താമസവും തുടങ്ങി. നീയോ? അവള് പോയപ്പോ മുതല് ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കല്ലേ? അമ്മയുടെ ഒരുപാട് ഉപദേശം കേട്ടതാ ഞാൻ. അതിന്റെയൊക്കെ അനുഭവിക്കുകയും ചെയ്തു. ഇനിയെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിട്. അങ്ങനെ വെറുതെ വിടാനൊന്നും പറ്റില്ല. നീ എന്റെ നേരെ ദേഷ്യപ്പെടില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം.